ഹായ് സുഹൃത്തേ, ഇത് താങ്കളുടെ എടുക്ക് നോക്കാം. താങ്കളുടെ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ലോസ് വരിക, അതേപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകാതെ സ്ട്രക്കായി നിൽക്കുക, എപ്പോഴും പരാജയങ്ങൾ വരിക, ഇതൊക്കെ വരുന്നത് നിങ്ങളുടെ ഓറ വളരെ മോശമാകുന്ന അവസ്ഥയിലും റൂട്ട് ചക്ര, അതുപോലെ തന്നെ ഹാർട്ട് ചക്രയിലൂടെ പ്രാധാന്യച്ച ഹാർട്ട് ചക്ര ആക്ടിവേഷൻ അല്ല എങ്കിൽ സ്നേഹബന്ധത്തെ ബാധിക്കും. അതേപോലെ തന്നെ റൂട്ട് ചക്ര ക്ലിയർ ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ ചക്രയൊക്കെ ആക്ടിവേഷൻ ആക്കാനായിട്ട് ധാരാളം ക്ലെൻസിങ് പ്രോഗ്രാമുണ്ട്. അതൊക്കെ വളരെയധികം കൃത്യമായിട്ട് ചെയ്താൽ നന്നായിട്ട് ഓറ ആക്ടിവേഷൻ ആകുകയും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും മാറുകയും സമ്പത്ത് അതുപോലെ ജീവിതവും വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഓറ ആക്ടിവേഷനാണ് എന്നറിയാനും അതേപോലെ നിങ്ങളുടെ ഏതൊക്കെ ചക്രങ്ങൾ ആക്ടിവേഷനുണ്ട് എന്നറിയാനൊക്കെ നിങ്ങൾക്ക് കണ്ണീർ ദോഷമുണ്ടോ, അതേപോലെ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ നമുക്ക് പ്ലാനറ്റിൻ്റെ ഗ്രഹങ്ങളുടെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് പെൻഡുലം വെച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താ നോക്കാം. ഓക്കെ, താങ്കളുടെ എനർജി ഇതാവുന്നു. താങ്കളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇതാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, നോക്കാം. ഓക്കെ, അപ്പോൾ താങ്കളുടെ എനർജി എന്താണെന്ന് നോക്കട്ടെ. താങ്കളുടെ എനർജി 5 കപ്സ് ആണ്, നിരാശയാണ്. താങ്കളിപ്പോൾ വളരെയധികം നിരാശയിലാണ്. ഒരുപക്ഷെ താങ്കളുടെ ലൈഫിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വളരെയധികം പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടു പോയതുകൊണ്ടോ താങ്കൾക്കുണ്ടായ വിഷമങ്ങളുണ്ടായിരിക്കാം. താങ്കളുടെ ഏതായാലും എനർജി 5 കപ്സ് നിരാശയാണ് മൊത്തം കാണുന്നത്. താങ്കളുടെ പേഴ്സണൽ എനർജി നൈറ്റ് ഓഫ് സോളാണ്. നൈറ്റ് ഓഫ് സോൾ എന്ന് വെച്ചാൽ വളരെ ഹൈ എനർജിയാണ്. പക്ഷേ ഒന്നും ചിന്തിക്കാതെയും മുന്നോട്ട് നോക്കാതെ എടുത്തു ചാടി പെരുമാറുന്നൊരു വ്യക്തിയാണ്. ആ ഒരു ക്യാരക്ടറാണ്, ആ ഒരു എനർജിയാണ് ഇപ്പോഴും ഉള്ളത്. ഒന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇത് മൂന്നാണ്. മൂന്നെന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഒരു കാർഡാണ്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി 5 ദ മൂൺ. നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഭയപ്പെടുന്ന ഒരുമിക്കാനോ അല്ലെങ്കിൽ എന്താവും നിങ്ങൾക്ക് രണ്ടുപേരും നിങ്ങൾക്ക് അറിയാവുള്ള എന്തുണ്ടാകുന്ന അറിയത്തില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയമുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടതാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ സമൂഹത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരാരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്, അത് നിങ്ങൾ പരസ്പരം ഭയപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് റെമഡി തരുന്നത് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? 6 ഓഫ് വൺസ് ആണ്. വിജയത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിട്ടുള്ള നിയർ ഫ്യൂച്ചർ 6 ഓഫ് വൺസ് ആണ്. കുഴപ്പമില്ല, നല്ലൊരു വിജയമാണ് കാണുന്നത്. യൂണിവേഴ്സ് എന്താ പറയുന്നത് ചോദിച്ചിട്ടെ. യൂണിവേഴ്സ് പറയുന്നത് 9 ഓഫ് സോഡാണ്. അതായത് നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഉണർന്ന് കരയാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, വളരെയധികം വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങളോർക്കും നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, പക്ഷെ അതല്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങൾ വേദനയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. സദാസമയവും ഒരു പുഞ്ചിരിയോടെ ഇരിക്കുക. എപ്പോഴും ഈ സമയവും കടന്നു പോകും, എപ്പോഴും ഒരേ അവസ്ഥയായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമ്പത്തും വേണമെങ്കിൽ നിങ്ങൾ അതിനെ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെയാണ് ക്ലിയർ ആക്കേണ്ടത്, നിങ്ങളുടെ ചിന്താഗതിയാണ് ക്ലിയർ ആക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് ഒന്നും ചിന്തിക്കുന്നത് വേറെ ഒന്നുമാണെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ കിട്ടില്ല. പറയുന്നത് എന്താണോ അതിനെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം അതേപോലെ തന്നെ സമാധാനം കണ്ടെത്തുകയും അത് തന്നെ സംസാരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ താങ്കളുടെ ഓറ ക്ലെൻസിങ്
എന്തുമാത്രം ഏതെല്ലാം ചക്ര ആക്ടിവേഷനാണ്, എന്തുമാത്രം എത്ര ശതമാനം ആക്ടിവേഷൻ ഉണ്ട് അതൊക്കെ അറിയാം. അത് ആക്ടിവേഷൻ തീരെ കുറവാണെങ്കിൽ അതിനെ എത്ര ശതമാനം ആക്ടിവേഷൻ എന്നറിയാനും അതിനെ ക്ലെൻസ് ചെയ്ത് ക്ലിയറാക്കി എടുക്കാനും നമുക്ക് സാധിക്കും. അതേപോലെ താങ്കൾക്ക് കണ്ണറുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രാക്കുദോഷമോ ഉണ്ടെന്നൊക്കെ അറിയാൻ നമുക്ക് സാധിക്കും. അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അതിനുള്ള റെമഡിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഗുഡ് നൈറ്റ്.